BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസിലേക്കുള്ള അഡ്മിഷനായി LBS അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. ഇന്ന് ജൂൺ 11 മുതൽ ജൂലൈ 2 വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ 50% വരുന്ന മെറിറ്റ് സീറ്റിലേക്കുമാണ് ഇപ്പോൾ അഡ്മിഷനായി അപേക്ഷകൾ ക്ഷണിച്ചത്. LBSൽ ആപ്ലിക്കേഷൻ നൽകാനായി അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ. ഓൺലൈനായാണ് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അതിനായി നമുക്ക് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും JPEG ഫോമാറ്റിലായിരിക്കണം. അതുപോലെ നേറ്റിവിറ്റി പ്രൂഫ്, പിന്നെ മാർക്ക് ലിസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, പിന്നെ നമുക്ക് ഏതെങ്കിലും റിസർവേഷന് അർഹമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്. ഇതിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒഴിച്ച് ബാക്കിയെല്ലാം PDF ഫോമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വർഷം കേരള സിലബസിൽ +2 പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പകരം അവരുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തിയാൽ മതിയാകും. എന്നാൽ മുൻ വർഷങ്ങളിൽ +2 പാസ്സായ കുട്ടികൾക്ക് അവരുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യും. അതുപോലെ CBSE, ICSE തുടങ്ങിയ ഇക്വലൻ്റ് എക്സാമുകൾ എഴുതിയ കുട്ടികളും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നേറ്റിവിറ്റിക്കായി കേരളത്തിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് മതിയാകും. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു കുട്ടിക്ക് SSLCയുടെ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. എന്നാൽ CBSE, ICSEക്കാർക്ക് 10th സർട്ടിഫിക്കറ്റ് പ്ലേസ് ഓഫ് ബർത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ 10th സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പ്രൂഫായി അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അപ്ലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്തിനായി SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ CBSEക്കാർക്ക് 10th സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാം. അടുത്തത് നമുക്ക് റിസർവേഷനിലേക്ക് വരാം. ടോട്ടൽ സീറ്റിൻ്റെ 50% യാതൊരു റിസർവേഷനും നോക്കാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. 10% റിസർവേഷൻ EWS കാറ്റഗറിക്കുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട 4 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് EWS കാറ്റഗറിയിൽ വരിക. എന്നാൽ ഗവൺമെൻറ് മേഖലയിലെ സീറ്റുകൾക്ക് മാത്രമേ EWS റിസർവേഷൻ ലഭിക്കൂ. സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ EWS റിസർവേഷൻ ഇല്ല. പകരം അവിടെ 60% സ്റ്റേറ്റ് മെറിറ്റാണുള്ളത്. അടുത്തത് CBC സംവരണമാണ്. അതിന് 30% വരുന്നത്. അതിൽ ഈഴവ 9%, മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കത്തോലിക്സ് 3%, ധീവര 2%, വിശ്വകർമ്മ 2%, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കമ്മ്യൂണിറ്റി 1%. അടുത്തത് SC ST സംവരണമാണ്. രണ്ടും കൂടി 10% സംവരണമാണ് വരുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് 8%, ഷെഡ്യൂൾ ട്രൈബ് 2%. ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി അതിനായുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗവൺമെൻറ് സീറ്റുകളിലെ EWS റിസർവേഷനായി വില്ലേജ് ഓഫീസർ നൽകുന്ന EWS സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. EWS റിസർവേഷൻ ഗവൺമെൻറ് സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ. സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ സീറ്റുകളിൽ EWS റിസർവേഷൻ ഇല്ല. പക്ഷേ EWS റിസർവേഷൻ അർഹതയുള്ളവർ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞാലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്കും അവസരം ലഭിക്കാം. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം. അടുത്തത് SCBC സംവരണമാണ്. SCBC സംവരണത്തിനായി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ ജാതി ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിലെ മൈനോറിറ്റി സീറ്റിന് അർഹതയുള്ളവർ ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ അത് രേഖപ്പെടുത്തുകയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. അതിന് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും മതിയാകും. OBC വിഭാഗക്കാർക്ക് സീറ്റ് റിസർവേഷൻ മാത്രമേ ലഭ്യമാകൂ. ഫീ കൺസെഷൻ ലഭിക്കില്ല. എന്നാൽ OECക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കും. അതിനായി വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. SC ST സംവരണത്തിനായി തഹസീൽദാരിൽ നിന്നുള്ള സമുദായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മിശ്രവിവാഹിതരുടെ മക്കൾക്ക് SCBC ആനുകൂല്യത്തിന് അർഹതയുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും SC ST വിഭാഗമാണെങ്കിൽ തഹസീൽദാർ നൽകുന്ന മിശ്രവിവാഹ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഫീസ് ഇളവ് ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഫിഷർമാൻ റിസർവേഷൻ. അതിനായി ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ആവശ്യം. SC ST ഒഴികെയുള്ള മറ്റ് വിഭാഗങ്ങൾ ഫീ കൺസെഷനോ സ്കോളർഷിപ്പിനോ അപേക്ഷിക്കുകയാണെങ്കിൽ റവന്യൂ അധികാരികൾ നൽകുന്ന സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. സ്പെഷ്യൽ റിസർവേഷനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എക്സ് സർവീസ്മെൻ കോട്ട, ഡിപ്പെൻഡൻറ്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ്, മിസ്സിംഗ്, ഡിസേബിൾഡ് ഇൻ ആക്ഷൻ, സെർവിംഗ് ഡിഫൻസ് പേഴ്സണൽ, CAPF,
തുടങ്ങിയ സ്പെഷ്യൽ റിസർവേഷന് അർഹതയുള്ളവർ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കാനായി വിദ്യാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ആപ്ലിക്കേഷന്റെ കോപ്പി കേരള സ്പോർട്സ് കൗൺസിലിന് അയക്കേണ്ടതാണ്. വെരിഫൈ ചെയ്തതിന് ശേഷം സ്പോർട്സ് കൗൺസിലാണ് ഗ്രേസ് മാർക്ക് LBSലേക്ക് അയക്കുക. NCC കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷനായി ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം ആപ്ലിക്കേഷന്റെ കോപ്പി NCC കേഡറ്റായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂണിറ്റിലെ NCC ഓഫീസർ മുഖേന NCC ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയക്കുകയും അവിടെ നിന്നാണ് ഗ്രേസ് മാർക്ക് LBSലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്തതായി ഡിസേബിൾഡ് പീപ്പിളിനുള്ള റിസർവേഷനാണ് PWD. 5% റിസർവേഷനാണ് ഇവർക്കുള്ളത്. 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വൈകല്യമുള്ളവർക്കാണ് ഈ റിസർവേഷന് അർഹത. ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റാണ് ഇതിനായി അവർ അപ്ലോഡ് ചെയ്യേണ്ടത്. ചില കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ നിബന്ധനകളുണ്ട്. NRI സീറ്റിനായി അപ്ലൈ ചെയ്യുന്നവർ എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് സാക്ഷ്യപ്പെടുത്തിയ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, വാലിഡായിട്ടുള്ള പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കോപ്പി, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, റവന്യൂ അധികാരികൾ നൽകുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്.